നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് +1 അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻ, 2 തരം ഡെഫിനിഷനും പറഞ്ഞിരുന്നു. ഇത് പറയാനായിട്ട് പോകുന്നത് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പം എന്തെല്ലാം ആക്ടിവിറ്റീസുകളാണ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്, അതായത് എവിടെ തുടങ്ങി എവിടെ തീരുമ്പോഴാണ് അക്കൗണ്ടിങ് അവസാനിക്കുന്നത് എന്ന കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻസിലാണ്. അതായത് ബിസിനസ്സിൽ പലതരം ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സിൽ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ് വാട്ട് ട്രാൻസാക്ഷൻ ടു റെക്കോർഡ്. ഏത് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെ എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ എന്ത് ചെയ്യേണ്ട, അക്കൗണ്ടിങ്ങിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനത്തെ മാത്രമാണ്, മോണിറ്ററി ടേംസിൽ മാത്രം. നമ്മളത് ഡെഫിനേഷൻ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞതാണ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ, അതെ, പണപരമായിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നമ്മളൊരു എംപ്ലോയിയെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ നമ്മൾ സെലക്ട് ചെയ്തു. ആ സ്റ്റാഫിനെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നത്, കമ്മീഷൻ കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നത്, ഇതെല്ലാം ഇൻ ടേംസ് ഓഫ് മണിയാണ് അല്ലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസുകൾ റെക്കോർഡ് ചെയ്യണം. അപ്പം ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളിൽ നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്ത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്, മെഷറിങ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. അതായത് മെഷർ ചെയ്യാൻ പറയുമ്പോൾ ഓർത്തോണം, ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ, നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, എത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ് മെഷറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കിയേ, മെഷറിങ്ങിനകത്ത് പറയുന്നത് ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ of business transaction into financial terms by using monetary unit. മോണിറ്ററി യൂണിറ്റ് ഉപയോഗിച്ച്, നമുക്കറിയാലോ റുപ്പീസ് ആണല്ലോ, റുപ്പീസ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ലോകത്തെ എല്ലാ അക്കൗണ്ടൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നു. ഓരോ കൺട്രിയിലെയും കറൻസീസ് എന്താണോ അതനുസരിച്ച് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, മെഷറിങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സിനകത്ത് പറയുന്നത്. നോക്കിയേ, നെയിംലി റുപ്പീസ് ആൻഡ് പൈസ ആസ് ദ മെഷറിംഗ് യൂണിറ്റ്. ഇവിടെ മെഷറിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാകുമ്പോൾ റുപ്പീസ്, പൈസ എന്നൊക്കെയുള്ള രീതി ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ട്രാൻസാക്ഷനിൽ എത്ര രൂപയുടെ ആക്ടിവിറ്റിയാണ് നടന്നത്. നമ്മൾ സാലറി കൊടുത്തു, അപ്പോൾ സാലറി 10,000 രൂപ സാലറി കൊടുത്തു, അപ്പോൾ ആ 10,000 എന്നുള്ളത്, അപ്പോൾ ആ ഒരു മെഷറിംഗ് യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ്റെ എന്ത് ചെയ്യുന്നു, ആ ഫിനാൻഷ്യൽ ടേം മെഷർ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് റെക്കോർഡിങ്. അപ്പോൾ നമ്മൾ ആദ്യമേ കയറി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ ഏത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം, അതിൻ്റെ എത്രയാണ്, അതിൻ്റെ ആ മോണിറ്ററി യൂണിറ്റ്സിൽ അത് എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ മെഷർ ചെയ്യണം. അതിനുശേഷമാണ് എന്ത് നടക്കുന്നത്, റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ നോക്കിയേ, റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ വൺസ് ദ എക്കണോമിക് എലമെന്റ്സ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ് ദേ ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ മോണിറ്ററി terms and a chronological order. ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം നമ്മുടെ അക്കൗണ്ടിങ്ങിനകത്ത് പ്രത്യേകം പറയാം, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ആദ്യം നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യം, അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ഒരു ട്രാൻസാക്ഷൻ, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലേ, ഓരോന്നും ആദ്യം നടക്കുന്ന ആക്ടിവിറ്റി ആദ്യം, അങ്ങനെയുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആദ്യം നടക്കുന്ന ട്രാൻസാക്ഷൻ ആദ്യം എന്നുള്ള ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിംഗ് ഈസ് ഡൺ ഇൻ എ മാനർ ദാറ്റ് ദ നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് സമ്മറൈസ്ഡ് ആസ് പെർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് ആൻഡ് ഈസ് മെയ്ഡ് അവൈലബിൾ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ റെക്കോർഡിങ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെ സമ്മറൈസ് ചെയ്യണം വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം സമ്മറൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാം അതാത് നടന്ന അതനുസരിച്ച് അല്ലേ, ആ ഒരു ക്രോണോളജിക്കൽ അല്ലെ ഡേറ്റ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. നാലാമത് എന്താണ്, ക്ലാസിഫൈയിങ് ആണ്. ഇതെല്ലാം ഐഡന്റിഫൈയിങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്, മെഷറിംഗ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്, റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്,
ക്ലാസിഫൈങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതാനുള്ള ഒരു സ്പേസിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് മാത്രം എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ക്ലാസിഫൈങ് എന്ന് പറയുന്നത്? ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ ട്രാൻസാക്ഷൻസ്, ആ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ പൈസ നമ്മുടെ നിന്ന് പോയതാവാം, നമ്മുടെ ബിസിനസ്സിലോട്ട് പൈസ വന്നതാവാം, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയതാവാം, അല്ലെങ്കിൽ നമ്മൾ ശമ്പളം കൊടുത്തതാവാം, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കിട്ടിയതാവാം. അങ്ങനെ ഒരുപാട് തരത്തിൽ ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടക്കും. അപ്പം ഈ ബിസിനസ് ട്രാൻസാക്ഷൻ, നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മളിപ്പോൾ ഒരു സാധനം വിറ്റ വഴിയിൽ നമ്മുടെ ബിസിനസ്സിലോട്ട് ഇൻകം, ഒരു ക്യാഷ് വരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചത് ഇൻകമാണ്. നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, ബോണസ് കൊടുക്കുന്നു, അതൊക്കെ നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ സിമിലാരിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഹെഡിൽ ആക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ അതിൻ്റെ സിമിലർ നേച്ചർ അനുസരിച്ച്, അല്ലെ നേച്ചറിലുള്ള സിമിലാരിറ്റിയുടെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിനെയും ഓരോരോ ഹെഡിൽ ആക്കുന്നു. അതാണ് ക്ലാസിഫിക്കേഷൻ. ഇതെല്ലാം നടക്കുന്നത് ഓരോരോ ബുക്സിലാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ എന്ന് പറയുന്ന ബുക്കാണ്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കേണ്ടതാണ്. ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് ലെഡ്ജറിലാണ്. അപ്പോൾ ലെഡ്ജർ എന്താണ്, ജേണൽ എന്താണെന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോസിൽ പഠിക്കും. അപ്പോൾ ആദ്യം ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ചെയ്യുന്നത് ഈ നടക്കുന്ന ട്രാൻസാക്ഷൻസുകളെയെല്ലാം അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓരോരോ ഹെഡിൽ, അല്ലേ, ഒരേപോലെയുള്ള സ്വഭാവമുള്ള ട്രാൻസാക്ഷനെല്ലാം ഓരോ ഹെഡിൽ അങ്ങനെ ആക്കുന്നു. അതിനുശേഷം സമ്മറൈസ് ചെയ്യുന്നു. സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ട്രാൻസാക്ഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കും. ഇനി ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇത് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ എല്ലാം കൂടെ സമ്മറൈസ്ഡ് ഫോമിലാക്കുന്നു. അതാണ്, ആ ഒരു ആക്ടിവിറ്റിയാണ് സമ്മറൈസിങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിശദീകരിക്കും, അല്ലേ, നമ്മൾ വിശകലനം ചെയ്യും. നമ്മൾ ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ അനലൈസ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം ലാഭമാണോ, എത്ര ലാഭമുണ്ട്, നമ്മുടെ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം മെച്ചപ്പെട്ടോ, അല്ലെ, നമ്മുടെ അസറ്റ്സ് എങ്ങനെയാണ്, ലയബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെ എല്ലാ ഇൻകം എങ്ങനെയുണ്ട്, എക്സ്പെൻഡിച്ചേഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർപ്രിറ്റ് ചെയ്യും, അല്ലേ. ഇൻ്റർപ്രിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആർക്കാണോ ഈ ഒരു ബിസിനസ്സിൻ്റെ ഈ ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്നും ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ ആർക്കാണോ പ്രയോജനം ഉണ്ടാവുന്നത് അവരിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അത്രയുമാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് അല്ല, കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ടു യൂസേഴ്സ്, അല്ലേ. ആർക്കാണോ ഈ ഫൈനൽ അക്കൗണ്ട്സ് കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത് അവരിലേക്ക് ഇതിൻ്റെ റിസൾട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പിന്നെ മെഷർ ചെയ്യുന്നു, അതിനുശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്താൽ പിന്നെ അടുത്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ സമ്മറൈസ് ചെയ്യുന്നു, അതിനുശേഷം അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട്സ് എന്ത് ചെയ്യുന്നു, യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ്. നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ ആ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. ഡെഫിനിഷനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, 2 ഡെഫിനിഷനുണ്ട്. ആ 2 ഡെഫിനിഷനിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് മറ്റു വീഡിയോസിലൂടെ കാണാം.